ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫുഡീസിൽ ഇന്ന് വന്നേക്കുന്നത് ഒരു 4 മണി പലഹാരമായിട്ടാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പരിപ്പ് വട. അപ്പോൾ പരിപ്പ് വട എങ്ങനെയാണ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ പരിപ്പ് വട ഉണ്ടാക്കാനായിട്ട് ഞാൻ കടലപ്പരിപ്പാണ് എടുത്തേക്കുന്നത്. അത് 1 കപ്പ്, ഏകദേശം 250 ml മെഷറിംഗ് കപ്പിലാണ് എടുത്തേക്കുന്നത്. 1 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഇത് ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സോക്ക് ചെയ്യാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം ഏകദേശം ഒരു 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ വരെ നമ്മളിത് വെക്കണം. ഞാൻ 8 മണിക്കൂറാണ് വെച്ചത്. അപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കടലപ്പരിപ്പ് നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ വെള്ളമൊക്കെ ഊറ്റിയെടുക്കണം. ഒന്നുകൂടെ കഴുകി വെള്ളമൊക്കെ ഊറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കണം. അരയ്ക്കുന്നതിന് മുമ്പായിട്ട് ഏകദേശം ഒരു 4-3 ടീസ്പൂണോളം കടലപ്പരിപ്പ് മാറ്റി വെക്കണം. അപ്പം ഞാനിത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് അരയ്ക്കരുത്. ജസ്റ്റ് ഒരു കറക്ക് അല്ലെങ്കിൽ റിവേഴ്സ് ബട്ടൺ പ്രസ് ചെയ്താലും മതി. അപ്പോൾ ഒരുപാട് അരഞ്ഞു പോകരുത്. ഇടയ്ക്കിടയ്ക്ക് നോക്കി നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഇതേ ഒരു പാകത്തിന് കിട്ടണം. ഒരുപാട് അങ്ങ് അരഞ്ഞു പോയിട്ടില്ല. ജസ്റ്റ് എല്ലാം ഒന്ന് ക്രഷായി കിട്ടിയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് പച്ചമുളകാണ്. അത് ഏകദേശം ഞാൻ 1 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് കൂട്ടാം. പിന്നെ 1 ടീസ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതാണ്. പിന്നെ 10-20 അല്ലി ചെറിയുള്ളി, അതും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പില. പിന്നെ വേണ്ടത് മല്ലിയില ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇപ്പോൾ ഞാൻ കുറച്ച് മല്ലിയില ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തേക്കുന്നത്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂണോളം ഉപ്പ്. ഇത്രയും ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം സ്പൂൺ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം കൈവച്ച് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കാരണം ആ ഉള്ളീൻ്റെ നീരിൽ ആ മുളക് പൊടിയൊക്കെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതേപോലെ ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് മിക്സിയിൽ ഒരു ഒറ്റ കറക്ക് ചെയ്തെടുത്താലും മതി. ഇതെല്ലാം കൂടെ കൂടിയിട്ട് അപ്പോൾ ഇതേപോലെ ആക്കിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ മാറ്റി വെച്ച അരയ്ക്കാത്ത കടലപ്പരിപ്പ് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തും മുളക് പൊടിയും ഉള്ളിയും കറിവേപ്പിലയും എല്ലാം എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ വേറെ വെള്ളമൊന്നും ഒഴിക്കേണ്ട, ഇതിൽ തന്നെ കുഴച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ ഉപ്പൊക്കെ ഉണ്ടോ പാകത്തിന് ഈ സമയത്ത് നമ്മൾ നോക്കണം. കണ്ട് ഇതേപോലെ ആയി കിട്ടും. ഉരുട്ടാനൊക്കെ പറ്റുന്നൊരു പാകത്തിന് നമുക്ക് കിട്ടും. ഇനി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈങ് പാൻ വെക്കുക. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഓരോന്ന് പരിപ്പ് വടേൻ്റെ ഷേപ്പിൽ നമുക്ക് പരത്തിയെടുക്കാം. അപ്പം നമ്മുടെ ഏകദേശം ഒരു വലിപ്പം പരിപ്പ് വടേൻ്റെ അറിയാലോ, ആ പാകത്തിന് നമ്മൾ ഉരുട്ടിയിട്ട് പരത്തിയെടുക്കണം. അപ്പോൾ വേറെ കയ്യിൽ വെള്ളമാക്കൊന്നും വേണ്ട, എണ്ണയാക്കൊന്നും വേണ്ട. അതേപോലെ തന്നെ പരത്തിയെടുക്കാൻ പറ്റും. അങ്ങനെ കയ്യിൽ ഒട്ടുമൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് കയ്യിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഇതേപോലെ കിട്ടും. പരത്തിയെടുക്കുമ്പോൾ പൊട്ടിപ്പോകുന്നില്ല. അപ്പോൾ എണ്ണ നന്നായി ചൂടായി കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലെ ഓരോന്നും നമുക്ക് പരത്തിയെടുക്കാം. ഞാൻ ഓരോന്നോരോന്ന് പരത്തിയിട്ടിട്ടുണ്ട്.
ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇടണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു ഭാഗം ഏകദേശം ആയി വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം കുറച്ച് കഴിയുമ്പോൾ. ഇപ്പോൾ ആയിട്ടുണ്ട്, ഒരു പുറം നന്നായിട്ടായിട്ടുണ്ട്. ഞാൻ മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഈ ഒരു ബ്രൗൺ കളറ് ആയി വരണം, അതുവരെ നമ്മൾ ഫ്രൈ ചെയ്യണം. അപ്പോൾ ഇതായിട്ടുണ്ട്, നമുക്ക് കോരിയെടുക്കാം. ഇതേപോലെ ബാക്കിയുള്ളത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. നേരത്തെ ഞാൻ പഴംപൊരി ചെയ്തിട്ടുണ്ട്, അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കുന്നതാണ്, അപ്പോൾ ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്, അത് നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പ് വട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റാണ്, പെട്ടെന്ന് എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും.